എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാളായിട്ട് കണ്ടിട്ട്, കാരണം നമ്മൾ കുറേ നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ന്യൂസ് ചാനലുണ്ട്, അപ്പോൾ അതുവഴിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കോഴ്സ് എടുത്ത ആളുകൾ അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമായിരുന്നു, അല്ലാതെ യൂട്യൂബ് വഴിയുള്ള ബന്ധങ്ങൾ അധികം ഇല്ലായിരുന്നു. ശരിക്കും തിരക്ക് കാരണം യൂട്യൂബിലെ വീഡിയോ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് എല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല എൻ്റെ ഒരു ഉദ്ദേശം, കാരണം നേരത്തെ നിങ്ങളെ എല്ലാ വർഷത്തെയും PNL, അതായത് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലെയും ഒരു PNL കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഒന്നും വരാത്തത് കാരണം ആ ഒരു കാര്യത്തിലോട്ടൊന്നും കടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു PNL അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇപ്രാവശ്യത്തെ PNLന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2023 കാലഘട്ടം എന്നത് ശരിക്കും ട്രേഡറെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു, പ്രത്യേകിച്ച് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച്. അതായത് ഓരോ സമയത്തും നമുക്ക് ഓരോ കാലഘട്ടമുണ്ട്, ഓരോ സെഗ്മെന്റിലും. അതായത് ഒരു ഓപ്ഷൻ സെല്ലർ ആയിക്കോട്ടെ, ഓപ്ഷൻ ബയ്യർ ആയിക്കോട്ടെ, ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് മാർക്കറ്റിൽ. ശരിക്കും ഇപ്പൊ നിലനിൽക്കുന്നത് ഒരു ഇൻവെസ്റ്റർക്ക് അനുകൂലകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, പ്ലസ് ഓപ്ഷൻ ബയ്യർക്കും അനുകൂലകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് പറയാം. പക്ഷേ ഈ ഒരു 2023 കാലഘട്ടം എന്നത് ശരിക്കും ഓപ്ഷൻ സെല്ലർക്ക് അത്ര രസകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല എന്നതാണ് സത്യം. കാരണം നിങ്ങൾക്കറിയാം, ഹൈലി വോളറ്റിൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. ഇവിടെയൊക്കെ ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്നാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം 300-400 പോയിന്റ് മേളിലേക്ക് പോകുന്ന ആ ദിവസം തന്നെ അതേ രീതി താഴേക്ക് വരുന്ന ഒരു രീതിയായിരുന്നു പലപ്പോഴും മാർക്കറ്റ് കാണുവാൻ സാധിച്ചത്. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു 2023 എന്നതാണ് സത്യം. ഓപ്ഷൻ സെല്ല് ചെയ്ത് ഇവിടെ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്ത ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷനിൽ, പ്രത്യേകിച്ച് ഓപ്ഷൻ സെല്ലിങ്ങിൽ നിങ്ങൾ മിടുക്കനാണ് എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് കുഴപ്പകരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു എന്ന് പറയാം. കാരണം നമ്മൾ 1-2 ആഴ്ച പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഈ പ്രോഫിറ്റ് മൊത്തവും 3-ാമത്തെ ആഴ്ച ഇല്ലാതാവുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിലുള്ള മാർക്കറ്റ് ആയിരുന്നു ശരിക്കും കടന്നുപോയ ഒരു വർഷം എന്നതാണ് സത്യം. പക്ഷേ ഇവിടെ നിങ്ങൾക്കറിയാം, എൻ്റെ കോഴ്സ് എടുത്തവർക്കറിയാം, നമ്മളുടെ സ്ട്രാറ്റജിയും രീതികളും ഒക്കെ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം പോയിട്ടുള്ളത് എന്നാണ് സത്യം. ഏറെക്കുറെ എനിക്കും മനസ്സിലായിട്ടുണ്ട് വലിയ കുഴപ്പകരമായിട്ടുള്ള ഒരു വർഷമാണ് ഇത്, ഓപ്ഷൻ സെല്ലിന് അത്ര അനുയോജ്യമല്ല എന്ന്. പക്ഷെ ഞാനൊരു ഓപ്ഷൻ ബയ്യർ അല്ല. വല്ലപ്പോഴും അങ്ങനെ ഒരു ലോട്ട് വെച്ച് ഹെഡ്ജ് ചെയ്തുള്ള പരിപാടി ചെയ്യുമെങ്കിലും ശരിക്കും ഞാനിവിടെ ഓപ്ഷൻ സെല്ല് ചെയ്ത് ഒരു പക്ക ഓപ്ഷൻ സെല്ലിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മാർക്കറ്റിനെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഞാൻ മുന്നേയും സമീപിച്ചിട്ടുള്ളത്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു ഓപ്ഷൻ സെല്ലർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ ചെയ്തിരുന്നത് പൊസിഷൻ സൈസിങ് എന്ന രീതിയിൽ നമ്മളുടെ ക്യാപിറ്റലിനെ ഏറെക്കുറെ ഒരു പകുതിയായിട്ട് കുറച്ചുകൊണ്ട് ഉള്ള ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആയിരുന്നു ഈ ഒരു 2023 കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് സത്യം. ശരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു, നിങ്ങൾ പല കോടികൾ കാണുന്ന രീതി, പലരുടെയും PNL കോടികളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. ഒരിക്കലും ആ ഒരു രീതി ഉദ്ദേശിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകരുത്. കാരണം വലിയ കോടികളൊന്നും അല്ല നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ ട്രേഡ് ചെയ്ത് എങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നതാണ് നമ്മുടെ കോഴ്സിലും പഠിപ്പിക്കുന്നത്. അത് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, അല്ലാതെ കോടികളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ക്യാപിറ്റൽ എന്നത് നേരെ പകുതിയാക്കി വളരെ സേഫായിട്ട് രീതിയിലാണ് ഈ ഒരു വർഷം ശരിക്കും ട്രേഡ് ചെയ്തത് എന്നാണ് സത്യം. പിന്നെ കുറച്ച് ക്യാപിറ്റൽ 2 അക്കൗണ്ടിലാണ്, അതായത് സിറോദയിൽ 2 അക്കൗണ്ടിലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാപിറ്റൽ സെപ്പറേറ്റ് മാറ്റി, വളരെ കുറച്ച് മാത്രം, അത് അഗ്രസീവ് ട്രേഡ് എന്ന രീതിയിൽ കുറച്ച് ക്യാപിറ്റൽ മാത്രം ഇട്ട് ചെയ്യുന്ന ഒരു രീതിയുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോയിട്ട് നമ്മുടെ PNLും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ പ്രീ മാർക്കറ്റ് എന്ന ആ ഒരു രീതി തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങൾക്കറിയാം നമ്മളുടെ പ്രീ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന്. മാർക്കറ്റിൻ്റെ ആ ഒരു ടെക്നിക്കലി, അതായത് പ്രൈസ് ആക്ഷൻ ഒക്കെ വെച്ച് ടെക്നിക്കലി അല്ലെങ്കിൽ ന്യൂസ് ബേസിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രീ മാർക്കറ്റ് എന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് കുറച്ച് അപ്ഡേഷൻ ഒക്കെ വരുത്തി നമുക്ക് ഇനി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ കോഴ്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്നാൽ യൂട്യൂബ് ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ തന്നെയും യൂട്യൂബിന്റെ അൽഗോരിതം വെച്ച് ശരിക്കും നമ്മൾ യൂട്യൂബ് വീഡിയോകൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് എത്തുന്നത്, അതാണ് സത്യം. പക്ഷേ ഇപ്പോഴും എൻ്റെ വീഡിയോകൾ ആളുകൾ കാണുന്നു, അതുവഴി നമ്മുടെ ഓപ്ഷൻ കോഴ്സിലേക്ക് ആളുകൾ വരുന്നു എന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ കോഴ്സ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് PNL ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ വലിയ കോടികളും മറ്റും കണ്ടിട്ടുള്ള ഒരു രീതിയാണ് പലരുടെയും PNL അല്ലേ, അത് വെച്ചൊന്നും നിങ്ങൾ നോക്കരുത്. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻകം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ക്യാപിറ്റലിനെ ഞാൻ പകുതിയായിട്ട് ഞാൻ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഇട്ടിരുന്നത് എന്ന്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ Zerodha അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. Zerodha അക്കൗണ്ടിൽ നമ്മൾ കൺസോൾ എടുത്തു. കൺസോളിൽ നമുക്ക് ഇനി PNLിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2 Zerodha'യുടെ അക്കൗണ്ടാണ് ഉള്ളത്. 2 അക്കൗണ്ട് എന്നാൽ ടാക്സോട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്, അതുകൊണ്ടാണ് 2 അക്കൗണ്ടായിട്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം, കാരണം എൻ്റെ കോഴ്സ് എടുത്ത ആളുകൾക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ 3 സ്ട്രാറ്റജികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നമ്മളുടെ ക്യാപിറ്റൽ 90% നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒരു 10% ബാക്കിയുള്ളത് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 2023 കാലഘട്ടം വളരെ വോളറ്റിലിറ്റി നിറഞ്ഞ അതിഭീകരമായ രീതിയിലുള്ള മൂവ്മെന്റുകൾ നടന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാപിറ്റലിന്റെ ഏറെക്കുറെ പകുതിയിൽ താഴെ മാത്രമേ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളൂ എന്നതാണ് സത്യം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത്ര വോളറ്റിലുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എൻ്റെ അതായത് 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ ആദ്യത്തെ അക്കൗണ്ടിലെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയുടെ ആ ഒരു PNL നമുക്ക് പോയി നോക്കാം. ഇവിടേക്ക് വന്നു, നമ്മൾ നേരെ PNL എടുത്തു. PNL എടുത്ത ശേഷം നമ്മൾ അപ്പൊ നോക്കേണ്ട ഏതാണ് ഇനി? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ, നമുക്കിനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആണ്, അത് നോക്കുന്നു. അത് നമ്മൾ നേരെ 2023 പോകാം അല്ലെ. അതായത് 2023 മാർച്ച് മാസമാണ് അല്ലെ. മാർച്ച് 1 മുതൽ നമുക്ക് ഇന്ന് വരെ കിടന്നോട്ടെ അല്ലെ, ജൂൺ, അതായത് ഇന്നത്തെ ദിവസം വരെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം വരെ 2024 ജൂൺ 22 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നോക്കൂ, ഒരു 11 ലക്ഷം രൂപയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 11 ലക്ഷം രൂപ എന്നാൽ നമ്മളുടെ ബാക്കിയുള്ള ചാർജും ടാക്സും എല്ലാം ഒരു 92,000 രൂപ പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 ലക്ഷം രൂപയോളം ഇവിടെ ലഭിച്ചതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ടാക്സ് ശരിയാണ്, ചാർജസ് ഒക്കെ അല്പം പോയെന്ന് വെച്ചാൽ പല അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അല്പം കൂടുതൽ നടന്നതുകൊണ്ടാണ് ഈ ഒരു 92,000-93,000 രൂപയുടെ ഒരു ചാർജസ് ഇവിടെ പോയതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലഭിച്ചതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ഇപ്രാവശ്യം ഞാൻ വളരെ എന്താ പറയുക, ഒരു പൊസിഷൻ സൈസിങ് എന്ന രീതിയിൽ എൻ്റെ ക്യാപിറ്റലിന്റെ പകുതിയിൽ താഴെയിട്ടായിരുന്നു ഓപ്ഷൻ ചെയ്തത് എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, ഇവിടെ നമ്മൾ എടുത്ത ആ ഒരു പ്രോഫിറ്റിന്റെ രീതി, ആ ഒരു വർഷത്തെ എല്ലാം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കാരണം നമ്മളുടെ സ്ട്രാറ്റജി എങ്ങനെയാണ്, വളരെ വലിയ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ അക്കൗണ്ടിന്റെ ഒരു ഡീറ്റെയിൽ. വേറൊരു കേസ്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എത്ര ശതമാനമാണ് എന്ന് കൂടി പറയാം. എൻ്റെ ക്യാപിറ്റലിന്റെ 25% ലഭിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ ക്യാപിറ്റലിന്റെ 25% ഇവിടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്ത് എൻ്റെ ആദ്യത്തെ അക്കൗണ്ടിൽ നിന്നും, അതായത് നമ്മുടെ പ്രധാന സ്ട്രാറ്റജിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇക്വിറ്റിയിൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വളരെ കുറച്ച് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അതുകൂടി നമുക്കൊന്ന് നോക്കാം, അത് എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇതേ കാലയളവ് തന്നെ 2023 മാർച്ച് 1 മുതൽ ഇപ്പോൾ വരെ ഉള്ളതാണ് നോക്കുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നോക്കൂ, ഞാനിവിടെ പ്രത്യേകിച്ച് അത് സെല്ല് ചെയ്ത് എടുത്തിട്ടില്ല. അതായത് ഒരു 4 ലക്ഷത്തിന് മുകളിൽ അതും ലഭിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ കുഴപ്പമില്ലാതെ പോയി എന്നതായിരുന്നു ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ എന്റെ 2ാമത്തെ അക്കൗണ്ടിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഞാനിട്ട് കുറച്ച് അഗ്രസീവായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമയത്തും മറ്റുമൊക്കെ ട്രേഡ് ചെയ്ത അതുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ എന്റെ 2ാമത്തെ അക്കൗണ്ടിലേക്കാണ്. നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരിക്കലും നിങ്ങൾ ട്രേഡ് എടുക്കരുതെന്ന് പറഞ്ഞു അല്ലേ. ശരിയാണ്, ഹൈലി വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. കാരണം ഞാൻ എൻ്റെ പ്രീമിയം ഗ്രൂപ്പിലും നിങ്ങളോട് പറഞ്ഞിരുന്നു വളരെ സേഫ് ആയിട്ട് എടുക്കാവൂ. കാരണം ഞാൻ കൊടുക്കുന്ന ട്രേഡ് പലപ്പോഴും നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലും കൊടുക്കുന്നില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ട്രേഡുകൾ കൊടുത്തു, നിങ്ങൾക്ക് അത് നേട്ടം ഉണ്ടാവുകയും ചെയ്തു, നല്ല നേട്ടം ഉണ്ടാവുകയും ചെയ്തു. അത്ര വലിയൊരു വോളറ്റിലിറ്റി ആയിരുന്നു മെയ് മാസം, അതായത് മെയ് മുതൽ ജൂൺ കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഹൈ വോളറ്റിലിറ്റി ആയിരുന്നു മാർക്കറ്റ്. കാരണം ആ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ വന്നതോടെ മാർക്കറ്റ് വളരെ വലിയ മൂവ്മെന്റ് ആയിരുന്നു. 1000-800 പോയിന്റിന്റെ ഒക്കെ മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെന്റുകളാണ് കണ്ടത്. ഈ ഒരു സമയത്ത് ഓപ്ഷൻ സെല്ല് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നാൽ വളരെ പാടുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ക്യാപിറ്റലിന്റെ വളരെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് അവിടേക്ക് കൊണ്ടുവന്നത്. അത് നമുക്ക് നോക്കാം എത്രയാണെന്ന്. നമുക്ക് മെയ് 1-ാം തീയതി മുതൽ, അതായത് ജൂൺ ഇന്ന് വരെയുള്ള എടുക്കാം. ഓക്കെ, മെയ് 1-ാം തീയതി മുതൽ ഇന്ന് വരെ നമുക്കൊന്ന് നോക്കാം.
റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ലഭിച്ചുവെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വരിക ചാർജസ് ആൻഡ് ടാക്സ് വളരെയധികം വന്നിട്ടുണ്ട് അല്ലേ. നോക്കൂ, 51,000 രൂപ ചാർജ് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വന്നത്. കാരണം മാർക്കറ്റ് വളരെ ഭ്രാന്തമായിട്ടായിരുന്നു മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് വളരെയധികം ഈ ഒരു ചാർജസ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ബ്രോക്കറേജ് ഒക്കെ കൊടുക്കേണ്ടി വന്നു അവിടെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2.5 ലക്ഷം രൂപ അവിടുന്ന് ലഭിച്ചു. ആ ഒരു 1.5 മാസം കൊണ്ട് ലഭിച്ചു എന്നത് ആ ഒരു വളരെ വലിയ കാര്യം തന്നെയാണ്. കാരണം 13%, അതായത് ക്യാപിറ്റലിന്റെ 13% എന്ന് പറയുന്നതായിരിക്കും ശരി. ആ ഒരു റേഞ്ചിൽ നമുക്ക് ആ ഒരു 1.5 മാസം കൊണ്ട് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ മാർക്കറ്റ് അത്ര വലിയ പ്രാന്തമായ മൂവ് നടത്തിയപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കുക എന്നാൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് അത്ര സുഖകരമല്ലാത്ത ഒരു വർഷമായിരുന്നു ഇത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവസാന കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവസാനം ഈ ഒരു 2 മാസം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.5 മാസം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വോളറ്റിലിറ്റി നിറഞ്ഞ ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്തെ കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചത്. ഇനി നമുക്ക് നേരെ ഇക്വിറ്റീസ് കൂടെ ഒന്ന് വരാം. ഇക്വിറ്റീസ് എന്നാൽ ഇവിടെ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഇക്വിറ്റീസിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പകുതി പൈസ മാത്രമേ ഞാൻ എൻ്റെ ഓപ്ഷൻ ചെയ്യാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ. വേറൊരു അക്കൗണ്ടിൽ, നേരത്തെ നിങ്ങളെ കാണിച്ച അക്കൗണ്ടിലായിരുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ കൂടുതലും ഇക്വിറ്റീസും മറ്റും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു അക്കൗണ്ടാണ്. ഇതിനെ പ്ലെഡ്ജ് ചെയ്തായിരുന്നു സാധാരണ ഞാൻ കൂടുതൽ ഓപ്ഷൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, പക്ഷെ ഇപ്പോൾ ഞാൻ ആ അക്കൗണ്ടിൽ ക്യാപിറ്റൽ വളരെയധികം കുറച്ചിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കാണിച്ച കാര്യമാണ് പറഞ്ഞത്, ആദ്യം കാണിച്ച അക്കൗണ്ടിലെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ അക്കൗണ്ടിലാണ് എൻ്റെ കൂടുതൽ പൈസയും ശരിക്കും കിടക്കുന്നത്. പക്ഷെ ഈ ഒരു 1.5 മാസം മാത്രം ഞാനിവിടെ കുറച്ച് അഗ്രസീവായിട്ട് ഇവിടുന്ന് ഈ ഒരു ഇലക്ഷൻ സമയത്ത് ട്രേഡ് ചെയ്തു എന്ന് മാത്രം. നമുക്ക് ഇക്വിറ്റീസിന്റെ ഒരു കേസിലേക്ക് നോക്കാം. ഇക്വിറ്റീസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് 2023 മാർച്ച്, ഏപ്രിലാണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് മാർച്ച് തന്നെ എടുത്തോളൂ. നേരത്തെ നമ്മൾ അങ്ങനെയല്ല നോക്കിയത്. ഓക്കെ, മാർച്ച് 1 മുതൽ ഇതുവരെ ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇക്വിറ്റീസിന്റെ കേസിലേക്ക് വന്നാലും നോക്കൂ, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ശരിക്കും നോക്കൂ, ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇക്വിറ്റീസിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു വർഷം ശരിക്കും ഈ ഒരു ഇവിടെ ഞാൻ കൂടുതലും പൈസ ഇട്ടിരിക്കുന്നത് ഈ ഒരു അക്കൗണ്ടിലാണെങ്കിലും അധികം ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കൂടുതലും നേരത്തെ കാണിച്ച അക്കൗണ്ടിലാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്കറിയാം, ക്യാപിറ്റലിന്റെ പകുതി കൊണ്ടുവന്ന് സേഫ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ പരമാവധി ഇതേ രീതിയിൽ തന്നെ മാറി നിന്ന് നമുക്ക് വലിയ രീതിയിലുള്ള ആർത്തി കാണിക്കാതെ സമാധാനത്തെ തന്നെ ട്രേഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരുപക്ഷെ ഞാൻ വളരെയധികം ആർത്തി കാണിക്കുകയും അഗ്രസീവായിട്ടൊക്കെ പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ, കാരണം ഞാൻ പറയുന്നത് എൻ്റെ ക്യാപിറ്റലിന്റെ കൂടുതൽ ഭാഗവും ഇട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ള കഥകളല്ല പറയുന്നത്. കൂടുതൽ ക്യാപിറ്റൽ ഞാൻ അഗ്രസീവായിട്ടൊക്കെ പോയിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു നല്ല നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. അതുപോലായിരുന്നു മാർക്കറ്റ്. ഇക്വിറ്റീസിൽ നിന്നും എനിക്ക് ഇവിടെ നിന്ന് ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു വലിയ തുകകളൊന്നും അല്ല ഇത് ശരിക്കും ഒരു ട്രേഡറെ സംബന്ധിച്ച്. എങ്കിലും ഇത്രയും വലിയ പ്രശ്നകരമായി മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് വലിയ കുഴപ്പമില്ലാതെ നഷ്ടമില്ലാതെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന് സാരം. അപ്പോൾ നിങ്ങൾ PNL കണ്ടു. ഇത്രയുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കോടികൾ എന്ന രീതിയിലൊന്നും മനസ്സിൽ വെച്ച് കാണേണ്ട കാര്യമില്ല. വളരെ സേഫായിട്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാം, അതൊരു ബിസിനസ് പോലെ എങ്ങനെ കൊണ്ടുപോകാം. ഇത് ഒരു എന്താ പറയുക, ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന രീതിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് നമ്മുടെ കോഴ്സ്. ആ കോഴ്സ് എടുത്തവർക്കറിയാം. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നമ്മൾ നഷ്ടമുണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്, ചെറുതെങ്കിലും നമ്മളൊരു ലാഭം എടുത്തു പോവുക എന്നതാണ്. അതല്ലേ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു. ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ നമുക്ക് അവിടെ ഒരു ഫിക്സഡ് സാലറി ആണല്ലേ. ഈ സാലറിയാണ് നമുക്ക് എല്ലാ മാസവും കിട്ടുന്നത്. അല്ലാതെ നമ്മൾ 1-2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് വളരെ കൂടുതൽ പൈസ വേണം എന്ന് മാനേജറോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. പക്ഷേ ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ട്രേഡിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന പൈസയുടെ 2, 3, 4 ഇരട്ടി വേണം വീണ്ടും എന്ന ഒരു ഉദ്ദേശമാണ് പലപ്പോഴും ഉള്ളത്. ഇത് തന്നെയാണ് പലരുടെയും പരാജയം, പലരുടെയല്ല ഒരു 90% ആളുകളുടെയും പരാജയം എന്നാണ് സത്യം. ഇപ്പോൾ സെബി തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിറോദയുടെ CEO പറഞ്ഞിട്ടുണ്ട്, 90-95% ആളുകളും ഇവിടെ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഓവറായിട്ടുള്ള ഒരു ആർത്തി കാണിക്കുന്നു ഈ മാർക്കറ്റിൽ എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് 1, 2, 3 ആഴ്ച ലാഭം ഉണ്ടാക്കിയാലും ഈ ലാഭമെല്ലാം ഒരു ദിവസത്തെ ട്രേഡ് കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സ്റ്റൈലാണ് പലരിലും കാണുവാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ശരിയായ ഒരു ട്രേഡറായിട്ട് വരാം, അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കോഴ്സാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രീ മാർക്കറ്റുമായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സഹകരണവും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മളുടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി വരും ദിവസങ്ങളിലും വീഡിയോ ചെയ്യുവാനും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് സംബന്ധിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കൊരു പ്രചോദനം എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ചാനലിൻ്റെ പേര് ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ ബൈ പ്രതീഷ് എന്നാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ആ ഒരു ചാനലിൻ്റെ പേരിൽ ഒരു മാറ്റം വരുത്താമെന്ന്. കാരണം ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ എന്ന രീതി അതിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തും. മിക്കവാറും ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചാനലിൻ്റെ പേര് ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ എന്ന രീതി മാറ്റിക്കൊണ്ട് ജസ്റ്റ് പ്രതീഷ് എന്ന രീതി, എൻ്റെ പേര് മാത്രം അതിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി സെർച്ച് ചെയ്താലും ഒരു പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ ബൈ പ്രതീഷ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലേ മാറ്റത്തുള്ളൂ. ജസ്റ്റ് എൻ്റെ പേര് മാത്രമാണ് ആ ചാനലിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പ്രതീക്ഷ എന്ന് മാത്രമായിരിക്കും ആ ചാനലിൻ്റെ പേര്. എന്തായാലും ഇപ്പോഴല്ല, ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.